എന്നോമലേ എൻ ജീവനേ. കണ്ണേ എന്നുള്ള പാട്ട് ആക്ച്വലി ഞാൻ ഇതേപോലെ തന്നെ മറ്റുള്ള പാട്ടുകൾ പോലെ തന്നെ ജോലിക്കിടയിൽ കിട്ടിയൊരു പ്രോഗ്രഷൻ വെച്ചിട്ട് ഇങ്ങനെ ആക്ച്വലി ബീച്ചായിട്ട് ഞാൻ ബിജിപാൽ പുള്ളിയുടെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം പുള്ളിയുടെ വേറൊരു പാട്ട് അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ ഒരു പാട്ടിന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാൻ ആ ഒരു കോഡ് പ്രോഗ്രഷൻ ചെയ്തത്. അങ്ങനെ ഞാനൊരു പാറ്റേൺ ഉണ്ടാക്കിയിട്ട് ചുമ്മാ ഒരു മോണോ സിന്ത് ലീഡിൽ വായിച്ചിട്ടതാണ്. അങ്ങനെ അത് കുറേ കാലം അങ്ങനെ പെട്ടി തന്നെ കിടന്നു. പിന്നെ ബീച്ചേട്ടൻ കേൾപ്പിച്ചു. ബീച്ചേട്ടൻ പറയാടാ ഈ പാട്ട് നിങ്ങളുടെ ബാൻഡിൻ്റെ ഒരു സാധനം ഉണ്ടല്ലോ, നിങ്ങളെ ബാൻഡിൽ ചെയ്താൽ നന്നായിരിക്കില്ലേ എന്ന് അഭിപ്രായപ്പെട്ടു. അങ്ങനെയാണ് ഞാനിത് ഇവരെ കേൾപ്പിക്കുന്നത്. ഇങ്ങനെ ലെജൻഡറി ആർട്ടിസ്റ്റുകൾക്ക് ട്രിബ്യൂട്ട് എന്നുള്ള രീതിയിൽ കൊളാബറേഷൻ എന്നുള്ള ഐഡിയ വന്നപ്പോൾ ആനന്ദേട്ടൻ്റെ പേര് പണ്ടേ ഉണ്ടെങ്കിലും എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന്, അതായത് ഗത്രികോനും ക്രിസ് ഹെട്ലറും കിട്ടിയിട്ട് പോലും ആനന്ദേട്ടനെ എങ്ങനെ കിട്ടുമെന്ന് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അനീഷ് കൃഷ്ണനാണ് അവൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്ന് ഞാനും അനീഷ് കൃഷ്ണൻ കൂടിയിട്ട് ആനന്ദേട്ടൻ്റെ വൈഫ് അമാൻഡയ്ക്ക് ഒരു മെസ്സേജ് ഇങ്ങനെ ഇടുന്നു, ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ടും അയച്ചിട്ടിരുന്നു. അതിന് റിപ്ലൈ ഒന്നും വന്നിരുന്നില്ല. പിന്നെ ഏതോ ഒരു ഷോവിൻ്റെ പ്രൊഡക്ഷൻ തീർന്നതിന് ശേഷം ഏതൊരു ഷോവിൻ്റെ സൗണ്ട് ചെക്കിൻ്റെ സമയത്ത് അമാൻഡയുടെ റിപ്ലൈ വന്നു, ഇങ്ങനെ ആനന്ദേട്ടൻ നിങ്ങളുടെ പാട്ടിലൊക്കെ നല്ലോണം കേൾക്കുന്നതാണ്, ഭയങ്കര ഓക്കെയാണ്, പാട്ട് അയച്ച് തന്നിട്ട് നോക്കാം എന്നുള്ള പറയുന്ന രീതിയിൽ തന്നെ. സിക്ക് നേരത്തെ ഉണ്ടാക്കിയ പാട്ടാണ്, പക്ഷെ ആനന്ദേട്ടന് വേണ്ടി പിന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്തതാണ്. ചെന്നൈയിൽ ഞാനും രഞ്ജുവിൻ്റെ ഫാമിലിയും കൂടി സിനിമ കാണാൻ പോയിരിക്കുന്ന സമയത്ത് ആ സിനിമയുടെ വളരെ ക്രൂഷ്യൽ മൊമെൻറ്റിലാണ് എനിക്ക് ആനന്ദേട്ടൻ്റെ ഫോൺ കോൾ വരുന്നത്, തിയേറ്ററിൽ വെച്ചിട്ട്. ആനന്ദേട്ടനാണ് വിളിക്കുന്നത്, എടുക്കാതിരിക്കാൻ പറ്റില്ല. ഞാനപ്പോൾ തന്നെ ഫോൺ എടുത്തിട്ട് പുള്ളി പറഞ്ഞ് ഇങ്ങനെ പാട്ട് അയച്ചിട്ടുണ്ട്, കേട്ടു വീട്ടിൽ പറയാൻ പറഞ്ഞു. ഞാൻ അപ്പം തന്നെ തിയേറ്ററിൽ നിന്ന് ക്ലൈമാക്സ് അങ്ങോട്ട് തിരിക്കുക, ഞാനൊക്കെ ഇറങ്ങി ഓടി ഇത് കേൾക്കാൻ വേണ്ടി. കാരണം ആനന്ദേട്ടൻ പാടുക എന്ന് പറയുന്നത് ബാക്കിയുള്ള എല്ലാവരും ഭയങ്കര ലെജൻഡറി സംഭവമാണ്, നമ്മളെല്ലാവരും ലുക്കപ്പ് ടു സാധനമാണ്. പക്ഷെ ആനന്ദേട്ടൻ പാടുന്നതിന് ഒരു ഇമോഷണൽ ഒരു കണക്ഷൻ വേറെ ഉണ്ട്. അവിയൽ എന്ന് പറയുന്ന ബാൻഡ് നമ്മളെല്ലാവരും ഉണ്ടാക്കിയിരിക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല. നമ്മുടെ നാട്ടിൽ നിന്ന് വന്നതും നമ്മുടെ ഭാഷ സംസാരിക്കുന്ന അല്ലെങ്കിൽ പാടുന്ന ബാൻഡും പിന്നെ ആനന്ദേട്ടൻ എന്ന് പറയുന്ന സിംഗർ നമ്മുടെ നാട്ടിൽ നിന്ന് അത്രയും ഇൻ്റർനാഷണൽ ലെവൽ ഓഫ് കേപ്പബിലിറ്റി ഉള്ളൊരു സിംഗർ ഉണ്ടാവുന്നു എന്നൊക്കെ ഭയങ്കര പ്രൗഡായിട്ട് നമ്മൾ പണ്ട് മുതലേ വളർന്നു വരുമ്പോൾ തന്നെ വളരെ മുകളിൽ കണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളി ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ അയച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ അത് കാണാൻ കേൾക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം തന്നെ ഓടിപ്പോയി പുറത്ത് പോയി സത്യം തിയേറ്ററിൻ്റെ പുറത്ത് പോയി ഞാൻ ആ പാട്ട് കേട്ട് ഞാൻ ആ ബീറ്റായിപ്പോയി. അപ്പം തന്നെ എല്ലാവർക്കും ഗ്രൂപ്പിനകത്ത് അയച്ചു കൊടുത്ത് വേറെ സാധനമാണ് ഇപ്പം കേൾക്കുന്ന സാധനം തന്നെയാണ് പുള്ളി അയച്ചത്. ആനന്ദേട്ടൻ്റെ അത് അവിയൽ അല്ലെങ്കിൽ ആനന്ദേട്ടനെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം എത്രത്തോളം, അവർക്ക് മാത്രമേ അത് അറിയുള്ളൂ ആക്ച്വലി അതിൻ്റെ വാല്യൂ എന്താണെന്ന്. ആനന്ദേട്ടൻ നമ്മളാ പാട്ടിനകത്ത് വന്ന് പാടിയതിൻ്റെ വാല്യൂ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ സംഗീതം എന്താണെന്നല്ലെങ്കിൽ നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിൻ്റെ കേരളത്തിലെ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിൻ്റെ വളർച്ച എന്താണെന്ന് കറക്റ്റായിട്ട് അറിയുന്ന ആൾക്കാർക്ക് അതിൻ്റെ വാല്യൂ കറക്റ്റായിട്ട് മനസ്സിലാവും. ആനന്ദേട്ടൻ നമ്മുടെ കൂടെ പാടിയെന്നതിനേക്കാൾ ആനന്ദേട്ടൻ പാടിയ പാട്ട് കേൾക്കാൻ പറ്റിയെന്നതിൽ അല്ലെങ്കിൽ പുള്ളിയുടെ കൂടെ ഒരു സ്റ്റേജ് ഷെയർ ചെയ്യാൻ പറ്റിയെന്നത് ഐ എം പ്രൗഡ് ഓഫ് what we have done so far. ഇപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം US പോയപ്പോൾ പോലും നമ്മുടെ ഷോയിന് പാടുക എന്നുള്ളതിനേക്കാൾ നമ്മുടെ ഷോ കാണാൻ വേണ്ടി പുള്ളി അത്രയും കിലോമീറ്ററോളം വണ്ടി ഓടിച്ച് ഫുൾ നൈറ്റ് വണ്ടി ഓടിച്ച് വന്ന് സമ്മർ ഫെസ്റ്റിൽ നമ്മൾ വായിക്കുന്നത് പുള്ളിക്ക് അത് കാണണമെന്നുള്ള ജെന്യുവനായിട്ടുള്ള ആഗ്രഹം കൊണ്ട്
കാണാൻ വരികയും നമ്മുടെ ഷോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ്. മാത്രം ആനന്ദേട്ടൻ്റെ വേറെ കാര്യമുണ്ട്. ആനന്ദേട്ടൻ്റെ ഒരു ഇതിനെക്കാട്ടും വലിയൊരു എക്സാമ്പിൾ ഇല്ല. ദാറ്റ് എ മ്യൂസീഷ്യൻ ഷുഡ് പ്രാക്ടീസ് ആൻഡ് കീപ് പ്രാക്ടീസിങ് എന്നുള്ളതിൻ്റെ ഇതിനെക്കാട്ടിലും വലിയൊരു എക്സാമ്പിൾ. കാരണം ഇപ്പോഴും ഹി ഈസ് ജസ്റ്റ് കില്ലിങ് ഇറ്റ്. മോർ ദാൻ 15 years ഓർ സംതിങ് പുള്ളി സീൻ വിട്ടിട്ട് 10-15 കൊല്ലമായി. പുള്ളി ഇപ്പോഴും 2 മണിക്കൂർ ഡെയിലി രാവിലെ പ്രാക്ടീസ് ചെയ്യും. 10-15 മണിക്കൂർ ഡെയിലി ജോലി ചെയ്യുന്ന ഒരാളാണ്. രാവിലെ ആയിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് പുള്ളി സൗണ്ട് ചെക്കിന് പ്രാക്ടീസിന് വേണ്ടി വരുമ്പോൾ ചെക്കയിലെ അല്ലെങ്കിൽ കണ്ണേ പുള്ളി പാടുന്ന അത് ഞങ്ങൾക്ക് മാത്രമേ അതിൻ്റെ ഭാഗ്യം ഉണ്ടായിട്ടുള്ളൂ. അത് കാണാൻ എക്കോസ്റ്റിക് പുള്ളി വെറും തൊണ്ടയിൽ പാടുന്നു. ആനന്ദേട്ടന് ഇച്ചിരി അൺലക്കി ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയോ, ആള് മൈക്കില്ലാണ്ട് നമ്മൾ പാടി കേൾക്കണത് വേറെ തന്നെ ഒരു സാധനമാണ്. അത് മൈക്കിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല. അത് ആ പ്രാക്ടീസിന്റെ സമയത്ത് കിട്ടുന്നുള്ളൂ. അയ്യോ എൻ്റെ അമ്മ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് ഷോ കഴിഞ്ഞ് ഇത്തവണ US ഷോ കഴിഞ്ഞ് വിർജീനിയയിൽ പുള്ളി പോവാൻ നേരത്ത് പിറ്റേ ദിവസം പോകുന്നത്. അപ്പോൾ തലേ ദിവസം രാത്രി നമ്മളോട് വന്ന് കുറച്ചു നേരം പുള്ളി വെറുതെ ഇരുന്ന് നമ്മുടെ സംസാരങ്ങൾ കേൾക്കാം. നമ്മളൊരു 11 മണി 12 മണി ഇങ്ങനെ ചില്ല് ചെയ്യാമെന്നുള്ളൊരു പരിപാടിയിൽ ഇരിക്കുകയാണ്. ഞാൻ പിറ്റേ ദിവസം വെളുപ്പിന് 5 മണിക്ക് 6 മണിക്കാണ്ട് പോകണമെന്ന് വന്നു. പുള്ളിയും അമേൻ്റെയും കൂടി സ്നൂപ്പ് ഡോഗിൻ്റെ ഒരു വൈനും കൊണ്ടുവന്ന് പുള്ളി കുടിക്കുകയില്ല. നമ്മൾ നല്ലോണം കുടിക്കുന്ന ആൾക്കാരായതുകൊണ്ട് പുള്ളി കൊണ്ടുവന്നു. അപ്പോൾ പക്ഷെ അന്ന് പുള്ളി ഇരുന്ന ഇരിപ്പിൽ പാടിയ പാട്ടുകൾ സൗണ്ട് ഗാർഡൻ, ഓഡിയോ സ്ലേവ്, പിന്നെ അതൊക്കെ പാടിയ അവിയലിൻ്റെ എല്ലാ പാട്ടും പാടി. ഗ്യാസോലിൻ അത് സൗണ്ട് ഗാർഡിൻ്റെ പാട്ട് ഇരുന്ന് പാടും. അവിയൽ പാട്ടുകളൊക്കെ ഐ എം സോറി ടു സേ നിങ്ങൾ കാണുന്ന ആർക്കും നിങ്ങൾക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. ഞാനത് നേരിട്ട് കണ്ടതാണ്. അവിയലിൻ്റെ എല്ലാ പാട്ടുകളും ലൈവ് പുള്ളി പാടുന്നു. അയ്യോ, എൻ്റെ അപ്പുറത്തെ റൂമിൽ നിന്ന് ആൾക്കാർ ഇറങ്ങി വന്നു പറഞ്ഞില്ല രാത്രി. വേറെ കാരണം ഞങ്ങളിത് രാത്രി ഇത് നടന്നുകൊണ്ടിരിക്കണ 2 മണിക്കും 3 മണിക്കുമാണ്. എന്നിട്ട് ആള് നേരെ ബാഗ് ചെയ്ത് രാവിലെ ആളെ കൊണ്ടുവിട്ടു. അപ്പൊ സംഭവം ആള് പാടണം. ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം മൈക്കിന് ക്യാപ്ചർ ചെയ്യാൻ പറ്റാത്തൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആള് പാടുന്ന ഫ്രീക്വൻസി ഭയങ്കര ദൂരത്തേക്ക് എത്തും. മൈക്കിന്റെ ആവശ്യമില്ലാണ്ട് തന്നെ എത്തും. ആക്ച്വലി ആ ഒരു സംഭവം ഉണ്ട്. ഇപ്പോൾ ഒരു റൂമിന്റെ അപ്പുറത്താണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഹീസ് ലൗഡ്. അതാണ് ആ ലൗഡ്നെസ്സിന്റെ കാരണമല്ല, ആള് പാടുമ്പോൾ അപ്പുറത്തെ റൂമിലേക്ക് നമുക്ക് കേൾക്കാൻ പറ്റും ആള് പാടുന്നത് ആൻഡ് ക്ലീൻലി. ഇപ്പൊ പുള്ളി ഇങ്ങനെയുള്ള ഗ്യാസിലും പാടുന്നത് ഇങ്ങനെ പാടുന്നു. എന്റെ അമ്മ അത് ചെക്കയിലിരുന്ന് കരയാ പാടുന്ന കേട്ടു. ഞാൻ ആനന്ദേട്ടനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് എവിടെ വെച്ചാൽ അറിയോ, ട്രിവാൻഡ്രത്ത് വെച്ചിട്ട് സെക്രട്ടേറിയറ്റിൻ്റെ ഓപ്പോസിറ്റ് ക്യാപിറ്റൽ ടവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതുണ്ട്. അപ്പോൾ അവിടെ അരുൺ ചേട്ടൻ മരിച്ചുപോയി. ഇപ്പോൾ അരുൺ ചേട്ടനെ ആനന്ദേട്ടനെ ഇവരെയൊക്കെ അറിയാം. അരുൺ ചേട്ടനാണ് എനിക്ക് മൊത്തം കഥകൾ പറഞ്ഞിട്ടുണ്ട് ഇവരുടെ. അപ്പോൾ അവിടെ വെച്ചൊരു ഇൻ്റർനെറ്റ് കഫേ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ സ്ഥിരം മെയിലിരിക്കുമ്പോൾ ഇത് ഫേസ്ബുക്ക് ഇതൊക്കെ നോക്കലൊക്കെ അവിടെ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നിൽക്കണത് ആനന്ദേട്ടൻ അവിടെ. അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാം. അരുൺ ചേട്ടൻ വെറുതെ ആനന്ദേട്ടാ നല്ലൊരു വോക്കലിസ്റ്റ് ആവാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നിങ്ങനെ സ്ഥിരം ഉള്ള ഒരു ഫാൻ ബോയ് ചോദ്യം ചെയ്യും. അപ്പോൾ ആനന്ദേട്ടൻ്റെ ആൻസർ ഭയങ്കര തഗ്ഗ. അതുകൊണ്ട് അതൊക്കെ എളുപ്പമാണ്. യു ജസ്റ്റ് ഹാവ് ടു ഡു 3 things. 1, you should practice. 2, you should practice. 3, ഞങ്ങളത് കേട്ടോ ഇതുപോലെ മാസ് ഡയലോഗ്. പക്ഷെ അത് ജീവിക്കണ ആളാണ്.
വെറും പറച്ചിലല്ല, എല്ലാ ദിവസവും പ്രാക്ടീസ്. കാരണം അത് കേൾക്കാനുണ്ടല്ലോ. ഇത്ര നാള് സ്റ്റേജിൽ കയറാണ്ട് ചുമ്മാ വന്നിട്ട് പാട്ട് തുപ്പുകയാണ്. അപ്പൊ ആനന്ദേട്ടനെ അതിനകത്ത് കിട്ടാന്നുള്ളത് എന്താ പറയാ, ചെറിയ ഓൺ ദ ടോപ്പ് ഓഫ് ദ കേക്ക് ആയിരുന്നു. അത് ആക്ച്വലി ഏറ്റവും ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തത് അതായിരുന്നു. ആക്ച്വലി ആനന്ദേട്ടനായിരുന്നു ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തത്. അത് മറന്ന കേസായിരുന്നു. അങ്ങനെയാണ് 10ാമത്തെ പാട്ടുണ്ടാവുന്നത്. ഈ സോങ്ങിലൂടെ എനിക്കുണ്ടായ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഏറ്റവും ആരാധിക്കുന്ന ഒരു സിംഗർ, അതായത് അവിയലിലെ ആനന്ദേട്ടൻ. അപ്പോൾ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് എപ്പോഴും കേട്ടുകൊണ്ടിരുന്ന ഒരു ആൽബമാണ് അവിയലിൻ്റെ ആൽബം. അപ്പം ആനന്ദേട്ടൻ്റെ കൂടെ ആനന്ദേട്ടനെ കാണാൻ പറ്റിയത് തന്നെ വലിയൊരു കാര്യമായിട്ട് ഞാൻ കരുതുന്നു. സ്റ്റേജിൽ ഒരുമിച്ച് പാടാൻ പറ്റിയത് ഇപ്പോഴും എനിക്ക് വല്ലാത്തൊരു ഫീലിംഗ് ആണ്. എന്താ കണ്ടില്ലേ?